الرحمن الرحيم. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. قتل الإنسان نفسه، സ്വയം മരിക്കുക, ആത്മഹത്യ ചെയ്യുക. വഅന്നമൻ ഖത്തല നഫ്സഹു ബിശൈഇൻ, ഒരാൾ അങ്ങനെ മരണപ്പെട്ടാൽ ഫുദിബ ബിഹി ഫിന്നാർ, നരകത്തിൽ പ്രത്യേകമായ ശിക്ഷ അവനെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വിഷയം പറയുന്ന, എന്ന മേറ്റർ പറയുന്ന കുറച്ച് ഹദീസ്. ഹദീസു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒന്നാമത്തെ ഹദീസ്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറദ്ദാ മിൻ ഹബൽ فقتل نفسه فهو في نار جهنم يتردى فيه خالدا مخلدا بها أبدا. من تردى من حبل, ഒരു കയർ ഉപയോഗിച്ച് ഒരാൾ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, അഥവാ അസ്ഖത നഫ്സഹു, സ്വയം നശിപ്പിച്ചു കളഞ്ഞാൽ, ഫഖതല നഫ്സഹു, അങ്ങനെ അവന്റെ ശരീരത്തെ കൊന്നുകളഞ്ഞു, എന്നാൽ ഫഹുവ ഫീ നാരി ജഹന്നം, അവൻ ജഹന്നമായ നരകത്തിലാണ്. യതറദ്ദാ ഫീഹി, അവൻ എങ്ങനെയാണോ ജീവൻ നശിപ്പിച്ചത് അതേപോലെ തന്നെ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ആ നരകത്തിൽ നിത്യമായി അവൻ അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തുടരുകയാണ്, മൻ തഹസ്സാ സുമ്മ, ഒരാൾ വിഷാംശമാണ് ഉപയോഗിച്ചതെങ്കിൽ ഫഖതല നഫ്സഹു, അങ്ങനെയാണ് അവൻ അവന്റെ ശരീരത്തെ ഇല്ലായ്മ ചെയ്തതെങ്കിൽ ഫസുമ്മുഹു ബിഫി യദിഹി, ആ വിഷം അവന്റെ കൈകളിലാണ്. യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, നരകത്തിൽ അവൻ അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കും. വമൻ ഖതല നഫ്സഹു ബിഹദീദ, ഈ ഒരാൾ അവന്റെ സ്വന്തം ശരീരത്തെ വധിച്ചു കളഞ്ഞത് ബിഹദീദത്തിൻ, കത്തി കൊണ്ടാണെങ്കിൽ ഫഹദീദതുഹു ഫീ യദിഹി, അവന്റെ കത്തി അവന്റെ കൈകളിൽ തന്നെ ഉണ്ടാകും. യജഉ ബിഹാ ഫീ ബത്നിഹി, ആ കത്തി കൊണ്ട് അവൻ സ്വന്തമായ വയറ്റിൽ കുത്തിക്കൊണ്ടിരിക്കും. ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, അങ്ങനെ തന്നെ അവൻ നരകത്തിലായിക്കൊണ്ടിരിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വന്തം ആത്മഹത്യ, സ്വയം മരിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തിയിട്ടും അതിന്റെ ഗൗരവം അറിയിച്ചുകൊണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഇസ്ലാമികമായ വിശ്വാസപ്രകാരം ഒരു മുസ്ലിം ഒരു കാരണവശാൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ പോയിട്ട് സ്വയം മുറിപ്പെടുത്താൻ പോലും പാടില്ല, നെഞ്ചത്തടിച്ച് കരയാൻ പോലും പാടില്ല. അഥവാ സ്വയം വേദനിപ്പിച്ചിട്ട് അവന്റെ ആയുഷ്യം തീർക്കുക, അല്ലെങ്കിൽ അവന്റെ വേദന തീർക്കുക, അവന്റെ വിഷമം തീർക്കുക എന്നുള്ളത് അനുവദിക്കാത്ത ഒരു കാര്യമാണ്. സ്വയം ആത്മഹത്യ എന്നുള്ളതും അതിൽപ്പെട്ട ഒന്നാണ്, ഹറാമാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ
മരണാനന്തരം അള്ളാഹുവിൻ്റെ ശിക്ഷ, ആ ശിക്ഷയ്ക്ക് കാരണമായി മാറുന്ന ഒരു സംഭവം കൂടിയാണ്. ആ നരകത്തിൽ ശാശ്വതമായി അവൻ താമസിക്കാൻ ഇടയാകുന്ന ഒരു കാരണമാണ്. ആത്മഹത്യയാവുന്നതിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒരാൾ ചെയ്യുന്നത് അയാൾക്ക് ഈ ദുനിയാവിനോടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ആഖിറത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു കുറവുമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വല്ലാതെ മാനസികമായ ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് തോന്നിപ്പോകുന്ന ഒരു സ്വഭാവമാണ് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞാലോ, അങ്ങ് ഇല്ലാതെയായി പോയാലോ, അങ്ങ് നശിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. അത് പൈശാചികമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പരിഹാരം. ഇസ്ലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പരിഹാരം. വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. മാനസികമായി വല്ലാതെ പ്രയാസം അനുഭവിക്കുമ്പോൾ പൈശാചികമായ സേവ കൂടുതലായി ഉണ്ടാകും. ആ സമയത്ത് മനുഷ്യന് സ്വയം തോന്നിപ്പോകും, മരിച്ചു കളഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ മരിക്കും, എൻ്റെ ഭാര്യ മരിക്കണം, എൻ്റെ മക്കൾ മരിക്കണം. അങ്ങനെ പല ആളുകളും സ്വന്തം മരിക്കുകയും മക്കൾക്ക് വിഷം കൊടുക്കുകയും ഭാര്യയെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട്. സാമൂഹികമായ ഏറ്റവും വലിയ ദുരന്തമാണ്, കുടുംബപരമായ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അത്തരം തിന്മകൾ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ഒരു ഉപദേശമാണ്, കൃത്യമായ ഒരു വാണിംഗാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മരണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ മരണപ്പെട്ട ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃപ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.